ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് നമുക്ക് ചാർലി ക്രിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ചാർലി ക്രിക്ക് ട്രംപിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ട്രംപിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പയിനൊക്കെ ചെയ്ത വ്യക്തിയാണ്. 34 വയസ്സാണ്. അമേരിക്കയിലുള്ള ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പുള്ളി ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ശരിക്കും ഇസ്രായേലിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് പുള്ളിയുടേത്. അതായത് ഫ്രീ പാലസ്തീൻ സംഘടനകൾക്കൊക്കെ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ എതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലണ്ട് അടിച്ച് നിൽക്കുന്നതല്ല. ശരിക്കും പല സ്ഥലങ്ങളിലും പുള്ളി സ്പീച്ചിന് പോകുമ്പോഴത്തേക്കും പല കോളേജുകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകൾക്ക് പോകുന്ന സമയത്തൊക്കെ പാലസ്തീനിയൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ ശരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്താറുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് അവിടെ നിന്ന് നേരിടുകയും അതുപോലെ തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ ചാർലി ക്രിക്ക്. ഈ ചാർലി ക്രിക്കാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള നിലയിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ വിഷയമാണ്. ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നതിനെ ചൊല്ലി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെടിവെച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോളേജിൽ സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് വെടിയേൽക്കുന്നത്. ശരിക്കും ഈ കഴുത്തിന്റെ ഭാഗത്താണ് വെടിയേൽക്കുന്നത്. ഇച്ചിരി തെന്നി മാറിയാൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ അതിന്റെ ഒരു ടൈം കിട്ടിയില്ല. ഇത് ഒരു വ്യക്തിയല്ല, ഇതൊരു ഗ്യാങ്ങിന്റെ താല്പര്യത്തിൽ മൂലം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. കാരണം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം. അപ്പോൾ അതിന് നെതന്യാഹു ഇന്നലെ തന്നെ ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അമേരിക്ക വൈറ്റ് ഹൗസിൽ നിന്ന് വിട്ട സ്റ്റേറ്റ്മെന്റിൽ ട്രംപ് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അത് നൈസിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് ഇത് ഇസ്രായേലിന്റെ മാത്രം ഓപ്പറേഷൻ ആണെന്നാണ് വരുത്തി തീർത്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഡിപ്ലോമാറ്റിക്കലി അവരെ ഹോൾഡ് ചെയ്യേണ്ട ഒരു റൈറ്റ് അമേരിക്കയ്ക്കുണ്ട്. കാരണം അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവാണ്. ഇപ്പോൾ സൗദി ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഖത്തറൊക്കെ ഒരു ബോയിങ് എയർക്രാഫ്റ്റ് തന്നെ സമ്മാനിച്ചതാണ്, റോയൽ പ്രീമിയം ക്ലാസ് എയർക്രാഫ്റ്റ്. അത് ട്രംപ് തിരിച്ചു കൊടുത്തു. അത് തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെ US കോൺഗ്രസിന്റെ ഉള്ളിൽ സെനറ്റിൽ ഈ ഒരു എയർക്രാഫ്റ്റ് ട്രംപ് മേടിക്കാൻ തുനിഞ്ഞതിനെ ചൊല്ലി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഇംപീച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള റെഫറൻഡം വരെ അവിടെ തയ്യാറാക്കി വെച്ചു. ആ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇത് വേണ്ട എന്ന് പറഞ്ഞത്. ഇത് വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ ട്രംപിന് ഇച്ചിരി റിലീഫ് കിട്ടി. ഇത് മേടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ട്രംപ് വലിയ കുരുക്കിൽപ്പെട്ടേനെ. അതുകൊണ്ടാണ് ട്രംപ് ഇതിനെ നിരസിച്ചത്. പലരും ഈ ഒരു എയർക്രാഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞതിനെയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെയും രണ്ടിനെ ലിങ്ക് ചെയ്ത് ക്ലബ് ചെയ്ത് സംസാരിക്കുന്നു. അതും ഇതും തമ്മിൽ ബന്ധമില്ല. ട്രംപ് പോകുന്ന സ്ഥലങ്ങൾക്കെല്ലാം ബോയിങ് ഫ്ലൈറ്റുകൾ റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെ ബോയിങ് കമ്പനിയിൽ നിന്നും നല്ലൊരു തുക കമ്മീഷൻ പറ്റുന്നു എന്നുള്ള ആരോപണമുണ്ട്. ആ ആരോപണത്തിനെ ഏറ്റവും കൂടുതൽ ശരിവെക്കുന്ന രീതിയിലാണ് ഈ ബോയിങ് എയർക്രാഫ്റ്റ് തന്നെ ഖത്തർ ഓഫർ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ കിടപ്പുണ്ട്. അതാണ് ട്രംപ് നൈസിന് അത് വേണ്ടാന്ന് വെച്ചത്. അത് ട്രംപ് പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു എയർക്രാഫ്റ്റ് വേണ്ടാന്ന് വെച്ചത്. നല്ല താല്പര്യം ഉണ്ടായിരുന്നു, നല്ല കൊതി ഉണ്ടായിരുന്നു ആ എയർക്രാഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ട്രംപിന്. അവസാനം വേറെ വഴിയില്ലാണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇംപീച്ച്മെന്റിലേക്ക് പോയേനെ കാര്യങ്ങൾ. അത് വേറൊരു സബ്ജക്റ്റാണ്. അതും ഇസ്രായേലിന്റെ ആക്രമണം തമ്മിൽ ബന്ധമില്ല. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെ എല്ലാ രാജ്യങ്ങളും കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും വെച്ചാൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം തയ്യബ് എർദോഗൻ ഇപ്പം ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഒരുമിക്കണം, ഇതാണ് റൈറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. തയ്യബ് എർദോഗൻ എപ്പോഴും ഇത് നടത്തും. അതിൽ യാതൊരു തയ്യബ് എർദോഗന് ഇങ്ങനെ വെല്ലുവിളികൾ നടത്താൻ ഒരു മടിയും ഒരു കൂസലും ഇല്ലാത്ത ആളാണ്. ആ വെല്ലുവിളി നടത്തും, അത്രയേ ഉള്ളൂ. അതോട് കഴിഞ്ഞ് ആ അവസ്ഥയിലിരിക്കെ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ചതുപോലെയുള്ള അഭിനയ പ്രകടനം നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഖത്തറിന്റെ ഉള്ളിലേക്ക് 3 ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിന്റെ എയർ സ്പേസിൽ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും ഈ ഓപ്പറേഷൻ നടത്താൻ UK ബ്രിട്ടീഷിന്റെ ഫൈറ്റർ ജെറ്റ് ഖത്തറിൽ വെച്ചിട്ടാണ് റീഫ്യൂവലിംഗ് ചെയ്തത്. ഇത് ഖത്തറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഖത്തറിന്റെ എയർക്രാഫ്റ്റും കൂടി ഉണ്ടായിരുന്നു എയർ സ്പേസിൽ. എന്നിട്ടാണ് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ വന്നിരുന്ന് ഭയങ്കരമായിട്ട് അങ്ങ് തള്ളി മറിക്കുന്നത്. ഖത്തർ കുറച്ചുകൂടെ ഓവർ ആക്ടിങ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പറഞ്ഞു വെച്ചിരുന്നത് ഇങ്ങനെയല്ല. പറഞ്ഞു വെച്ചിരുന്നത് ജസ്റ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുക, ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് അതോട് നിർത്തുക. പക്ഷേ ഖത്തർ തുടരെ 3, 4, 5 തവണ ഇസ്രായേൽ ചെയ്ത പ്രവൃത്തിയെ കണ്ടംപ്റ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് മെസ്സേജ് വരും, അതായത് മതി നിർത്തിക്കോ, അഭിനയം കുറച്ച് ഓവർ ആകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ, കാരണം നമുക്ക് മതി, ഇത്രയും മതി. ആ രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാമോ, ഇസ്രായേൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് ഇസ്രായേൽ പറയുന്നത്, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കയറി അടിച്ചത് എന്തിനാണ്? തീവ്രവാദം. അമേരിക്ക പാകിസ്ഥാനിൽ കയറിയിട്ട് അടിച്ചത് എന്തിനാണ്? തീവ്രവാദം. ലാഡനെ അവിടെ നിന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഇതേപോലെ എതിർത്തുകൊണ്ട് വന്നായിരുന്നോ? ഒരു മനുഷ്യന് വന്നില്ലല്ലോ. കാരണം എന്താണ്? അമേരിക്ക വകവരുത്തിയത് തീവ്രവാദികളെയാണ്. പക്ഷേ ഇസ്രായേലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുമ്പോൾ മാത്രം എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കോളാമ്പി എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ് ശരിക്കും ഈ ഒരു ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം പൂർണ്ണമായിട്ടും പുറത്തുവിടണം. അത് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇസ്രായേലിനത് കണ്ടെത്താൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആദ്യം പ്രാഥമികമായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നിരുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ
ഈ പേരുകളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പേരുകളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് 7 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, ബാക്കിയുള്ള 6 പേര് ഹമാസ് മെമ്പേഴ്സാണ്. പിന്നെ ഈ ഖാലിദ് മിഷാലിന്റെ പേര് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ എന്നാലും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന്മാരും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ 6 പേര് ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഖത്തർ പുറത്തുവിടേണ്ട വിവരം. പക്ഷേ ഖത്തർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പ്രധാനപ്പെട്ട ഈ ചർച്ചയ്ക്ക് എത്തുക, മീറ്റിങ്ങിന് എത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുള്ളികളാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഖത്തർ പോലത്തെ സ്ഥലത്ത് ലക്ഷറി ആയിട്ട് താമസിക്കുന്ന ഹമാസ് മെമ്പേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുള്ളികളാണ്. അതിൽ ആര് പോയാലും ഗുഡ് ഫോർ ഇസ്രായേൽ, അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. ഇനിയിപ്പോൾ പേര് വിവരങ്ങൾ പുറത്തു വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്നാൽ നമ്മൾ 4 പേരുകളാണ് പ്രാഥമികമായിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. ആ 4 പേരുകളും ഉണ്ട് എന്ന് തന്നെയാണ് പരമാവധി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുപരിയായിട്ട് നെതന്യാഹു ഒന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇനിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ നെതന്യാഹു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇസ്രായേലിനെ അപലപിക്കുന്നവൻ അപലപിച്ചോ, മിഡിൽ ഈസ്റ്റിലോ നിങ്ങൾ ഓൾ ഓവർ ദ വേൾഡ് നിങ്ങൾ അപലപിച്ചോ, ഇസ്രായേൽ അതിന് കുലുങ്ങില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഖത്തറും ഇസ്രായേലും തമ്മിൽ ഈ ഒരു വിഷയം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഖത്തർ ഒരു പക്ഷേ കുറച്ച് ലിക്വിഡ് ഗ്യാസ് ഒക്കെ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും. അത് വേണമെങ്കിൽ ഒരു പക്ഷേ നിർത്തിയേക്കാം. അതൊക്കെ വളരെ റെയർ പോസിബിലിറ്റിയാണ്. വെറുതെ നമ്മൾ കേരളത്തിലുള്ള മീഡിയ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ഹമാസ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ആ രീതിയിലാണ് അവരുടെ കൺസേൺ. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെല്ലാം ഇപ്പോൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് അവർ ഇവിടെ ഭീതി പടർത്തുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാമാണോ? ബി പ്രാക്ടിക്കൽ. ഇത്രയും നാൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? 60,000-70,000 ആൾക്കാർ കൊല്ലപ്പെട്ടു ഗാസയിൽ എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ പൊരുതാൻ പോകുന്നത്. ഒരിക്കലും നടക്കാത്ത വിഷയമാണ്. 1 അല്ല 2 അല്ല 3 അല്ല 10 വട്ടം ഇസ്രായേൽ ഖത്തറിനുള്ളിൽ കയറി ഓപ്പറേഷൻ നടത്തിയാലും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ, ഈ മിഡിൽ ഈസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വെച്ചോളൂ. ഈ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി ഇസ്രായേൽ യമനിലൊരു ഓപ്പറേഷൻ. യമനിൽ തീർച്ചയായിട്ടും ടാർഗറ്റ് ആൻഡ് പ്രിസൈസ് ഓപ്പറേഷനാണ്. ഇതിൽ 9 പേര് കൊല്ലപ്പെട്ടു, 115 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇതിൽ ഏതൊക്കെ സ്പോട്ടുകളിൽ അറ്റാക്ക് നടത്തി എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാസീവ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് നടത്തിയതെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 9 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 9 പേരുടെ പേര് വിവരങ്ങൾ തീർച്ചയായിട്ടും യമനിൽ നിന്നും പുറത്തു വരാനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കുറച്ച് കഴിയുമ്പോൾ പുറത്തു വിടുന്നതായിരിക്കും. യമൻ ശരിക്കും ഒരു 3-4 ദിവസത്തിൽ പേരും വിവരങ്ങളൊക്കെ പുറത്തു വിടും, ഈ 9 പേര് ആരൊക്കെയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ 9 പേര് ശരിക്കും കീ പ്ലെയേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ആ രീതിയിൽ ഒരു ആക്രമണം നടത്തി വെച്ചിരിക്കുകയാണ് യമന്റെ മേളിൽ. ഇനി നേപ്പാളിന്റെ കാര്യം ഒന്ന് പറഞ്ഞു പോവാം. നേപ്പാളിന്റെ കാര്യം, ഈ ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ശരിക്കും പറഞ്ഞാൽ എല്ലാം അവിടെ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ രാജ്യത്തിലെ ഗവൺമെന്റ് ഓഫീസുകൾ ഒന്നും തന്നെ വിടാതെ കംപ്ലീറ്റ് ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ആ രാജ്യത്തിന്റെ ജെൻസി കിഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ്. സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് എന്ന് തന്നെ വിളിക്കാം. സിമിലർ വിത്ത് ബംഗ്ലാദേശ്. എന്താണോ ബംഗ്ലാദേശിൽ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടന്നത് അതേ രീതിയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനകത്ത് ബാലേന്ദ്ര ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പുള്ളിയായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ ഡോമിനേറ്റഡ് ആയിട്ട് ഒരു സക്സസർ ആയിട്ട് അവിടെ വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂനസ് ചെയ്ത റോള്. ഈ വ്യക്തിയെക്കുറിച്ച് 2 തരത്തിലുള്ള അസംഷൻസ് ഉണ്ട്. ഒന്ന്, ഇയാൾ കർണാടകയിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ ഒരു ഡോമിനേഷൻ കിട്ടുന്ന കണക്ക് പലരും ഇവിടെ തള്ളിമറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഡിസംബർ 8 തീയതി 2024 അമേരിക്കൻ അംബാസിഡറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ മീറ്റിംഗ് ശരിക്കും 2024 ബംഗ്ലാദേശിൽ ഇതേപോലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായ ഒരു ടൈമാണ്. ആ ടൈമിലാണ് ഈ പുള്ളിക്കാരൻ ഇതേപോലെ അമേരിക്കൻ അംബാസിഡറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. 2024 ഡിസംബർ 2025 തുച്ഛമായ മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുള്ളിലാണ് നേപ്പാളിൽ ഒരു അട്ടിമറി നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് സാധകമായിട്ട് വരുന്ന വിഷയമാണോ എന്നുള്ള രീതിയിൽ 2 തരത്തിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇന്ത്യക്കാരെല്ലാം പുള്ളി കർണാടകയിലാണ് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, സോ ഇന്ത്യക്ക് പല കാര്യങ്ങളിലും ഗുണം ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ പൊക്കി അടിക്കുന്നുണ്ട്. ഞാനത് ചെയ്യുന്നില്ല, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഈ പുള്ളിക്കാരൻ ഡെസിഗ്നേറ്റ് ചെയ്ത് പൊസിഷനിൽ ഇരുന്ന് എന്താണ് പുള്ളിയുടെ ആക്ഷൻ പ്ലാൻ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഇന്ത്യയുമായിട്ടുള്ള ഫസ്റ്റ് അപ്രോച്ച് എന്താണ്, ലിംബിയാതുറ, ലിപുലേക്ക്, കാലാപാനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിയുടെ അഭിപ്രായം എന്താണ്, ലിപുലേക്ക് ത്രൂ ചൈനയും ഇന്ത്യയും തമ്മിൽ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ട്രേഡ് റൂട്ടുമായി, ലിപുലേക്ക് ഭാഗത്ത് ഒരു പഴയ റൂട്ടാണ്, അത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് റൂട്ട്. ആ റൂട്ടിനെ ശർമ്മ ഒലിയുടെ സർക്കാർ എതിർത്തിരുന്നു. അതിലേക്കുള്ള പുള്ളിയുടെ നിലപാട് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ നടത്താം. തൽക്കാലം പുള്ളി അമേരിക്കൻ സൈഡാണോ ഇന്ത്യൻ സൈഡാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ പ്രവചനം നടത്താറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇന്ത്യ വേറൊരു എക്സ്ട്രാഡിനറി സംഭവം ചെയ്യുന്നുണ്ട്. അത് മ്യാൻമറിന്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ SCO സബ്മിറ്റിലേക്ക് പോയിട്ട് വന്നു. അവിടെ നമുക്ക് ശരിക്കും അജിത് ഡോവൽ മ്യാൻമറിന്റെ പട്ടാള മേധാവിയുമായിട്ട് സംസാരിച്ചായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് നമ്മളിപ്പോൾ, അതായത് ഓരോ മീറ്റിങ്ങിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. അല്ല നമ്മൾ ചൈനയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാണ്.
അപ്പോൾ അങ്ങനെ നടന്ന ഒരു ചർച്ചയിൽ ശരിക്കും മ്യാൻമറിലെ ഈ ഒരു പട്ടാള മേധാവിയുമായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു പോയിന്റേ നമുക്ക് കിട്ടിയുള്ളൂ. ഒറ്റ പോയിന്റിലാണ് നമ്മൾ മ്യാൻമറിന്റെ പട്ടാള മേധാവിയുമായിട്ട് ചർച്ച നടത്താൻ ചൈനയിൽ ഒരു സാഹചര്യം ഒരുങ്ങിയത്. അത് SCO മീറ്റിൽ സംഭവിച്ചതാണ്. ആ പോയിന്റിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിഷയമാണ് ഇന്ത്യക്ക് മ്യാൻമറിന്റെ ഉള്ളിൽ മിനറൽ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് തരാം എന്നുള്ള താല്പര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഇന്ന് മ്യാൻമറുമായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് തന്നെ ചൈനയുമായിട്ട് സൈഡ് ലൈനിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. SCO സമ്മിറ്റിലും ഈ ചർച്ചകളൊക്കെ നടത്തിയ സമയത്ത് ഇങ്ങനെയാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ബേസിക്കലി ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം പാര വയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ ട്രേഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മ്യാൻമറിലേക്ക് തൽക്കാലം ചൈന കൈകടത്തില്ല, നമ്മളുടെ താല്പര്യത്തിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറില്ല എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മ്യാൻമറിൽ ഇന്ത്യക്ക് സക്സസ്ഫുൾ ആയിട്ട് മിനറൽ മൈനിങ്, മെയിനായിട്ട് മാഗ്നറ്റ്, അതാണ് അവിടെ ഏറ്റവും വലിയൊരു അസറ്റ് ആയിട്ടുള്ളത്. ശരിക്കും ഫുൾ മാഗ്നറ്റ് നമുക്ക് അവിടെ നിന്ന് സ്വന്തമാക്കാൻ കഴിയും. എത്യോപ്യയിൽ ഒരു ഡാം പണി പൂർത്തിയാക്കി മാസീവ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് എത്യോപ്യ. ഈ എത്യോപ്യ ഇത് പണിതിരിക്കുന്നത് ശരിക്കും നൈൽ റിവറിലാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഡാമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്യോപ്യ, നിങ്ങൾ മാപ്പ് നോക്കിക്കോളൂ. ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന നൈൽ റിവർ ശരിക്കും എത്യോപ്യ, അത് കഴിഞ്ഞ് സുഡാൻ, അതുപോലെ തന്നെ ഈജിപ്റ്റ്, അതിലൂടെയാണ് ഇത് പോയി ഈജിപ്റ്റിനെ മൊത്തം ഫ്ലറിഷ് ചെയ്ത് കടലിലേക്ക് ലയിക്കുന്നത്. അപ്പൊ ഈ റിവറിനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എത്യോപ്യ. ഇതിന് പണ്ട് തൊട്ടേ ഈജിപ്റ്റ് ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് തൊട്ടേ ഈജിപ്റ്റ് ഇതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്യോപ്യ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ വേറെ രീതിയിൽ ഇതിന് ഇടപെടേണ്ടി വരും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇതിനെ വാൺ ചെയ്തുകൊണ്ട് താക്കീത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്നിട്ടും എത്യോപ്യ ഈ പണി പൂർത്തിയാക്കി. ഇപ്പൊ ശരിക്കും ഈജിപ്റ്റ് പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്യോപ്യക്ക് ഡാം പണിയാൻ ഫണ്ട് കൊടുത്തത് ചൈനയാണ്. ഇപ്പുറത്ത് ഈജിപ്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് അമേരിക്കയാണ്. ഈ ഡാം പണിതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്റ്റിന് എതിർപ്പുണ്ട്. ഇത് എങ്ങനെ റിസോൾവ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ഈജിപ്റ്റ് ഞങ്ങൾ ഡാമിനെ പൊളിച്ചു കളയും, ഞങ്ങൾ ബോംബിട്ട് തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു വിഷയം ഏത് രീതിയിൽ കത്തിപ്പടരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ശരിക്കും അമിക്കബിളി ഇത് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. കുറച്ച് പൈസ അബ്ദുൽ ഫത്താ al-Sisiക്ക് സെറ്റിൽ ചെയ്താൽ മതി. എത്യോപ്യ ഏതെങ്കിലും തരത്തിൽ ഈജിപ്റ്റിന് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യണം. ഓഫർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അബ്ദുൽ ഫത്താ al-Sisiക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ കിട്ടിയാൽ മതി. അമേരിക്കയുടെ ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ യൂറോപ്പിന്റെ ഒരു അൺസർട്ടനിറ്റി, ഇത് രണ്ടും കൂടി പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ ഡ്രഗ് കാർട്ടലിന്റെ വിഷയം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ് കാർട്ടലിന്റെ ആസ്ഥാനമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മോണ്ടിനീഗ്രോയാണ്. ഈ മോണ്ടിനീഗ്രോയിലേക്ക് ഈ സാധനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞൊരു മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവർ ഹൈഡ് ചെയ്തിരിക്കുന്നത് സൗത്ത് അറ്റ്ലാന്റിക് ഓഷൻ എന്നുള്ള ഏരിയയാണ് മെയിൻ ആയിട്ട് ഇവരുടെ ഒരു കേന്ദ്രമായിട്ട് തന്നെ പറയപ്പെടുന്നത്, ഇവരുടെ ഒളിത്താവളങ്ങൾ. അപ്പൊ അതിലൂടെ ബ്രസീൽ, ഗാന, സെനഗൽ, കാരി ഐലാൻഡ്, ഈ സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. അതിലുപരിയായിട്ട് അതിൽ നിന്നും സാധനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏതിലേക്ക്? ബ്രസീൽ, സ്പെയിൻ, മൊറോക്കോ, ഇതിലൂടെ മോണ്ടിനീഗ്രോ, യൂറോപ്പ്. മൊറോക്കോ എന്ന് പറയുമ്പോൾ തന്നെ യൂറോപ്പിന്റെ ബോർഡറായി. അതായത് ബ്രസീൽ, മൊറോക്കോ, ഇതൊരു മെയിൻ കണക്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് അമേരിക്ക. മൊറോക്കോയിൽ നിന്നും ഫ്രാൻസ്, സ്പെയിൻ, മൊറോക്കോയിൽ നിന്നും വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്രാൻസും സ്പെയിനൊക്കെ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ യൂറോപ്പിലേക്ക് ചേക്കേറുകയാണ്. യൂറോപ്പിലേക്ക് ചേക്കേറി നേരെ മോണ്ടിനീഗ്രോയിലാണ് ഇത് മെയിൻ ആയിട്ട് യൂറോപ്പിന്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സെന്റർ ഓഫ് കാർട്ടൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മോണ്ടിനീഗ്രോ മാറിയിരിക്കുകയാണ്. മോണ്ടിനീഗ്രോയിൽ നിന്ന് പല സ്ഥലങ്ങൾക്കും ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പൊ അതായത് അമേരിക്ക മാത്രമല്ല യൂറോപ്പും ഇവരുടെ പിടിയിലാണ്. ശരിക്കും അമേരിക്കയുടെ കാട്ടലും യൂറോപ്പിന്റെ കാട്ടലും എല്ലാം തന്നെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു പറച്ചിലാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പൊ ഇതിനകത്ത് ബ്രസീലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മൊറോക്കോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ വെനിസുല മാത്രമല്ല, വെനിസുലയെ ഇതിന്റെ പേരും പറഞ്ഞിട്ടാണ് വെനിസുലയുടെ മുറ്റത്ത് ആയുധക്കപ്പലും കൊണ്ടിട്ട് നിൽക്കുന്നത്. പക്ഷെ വെനിസുലയുടെ ഉള്ളിലുള്ള ഓയിലാണ് ലക്ഷ്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ നിലവിൽ അതായത് യൂറോപ്പിനെയും കൂടി ഈ ഒരു ഡ്രഗ് കാർട്ടൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർത്തുകൊണ്ട് ഡ്രഗ് കാർട്ടൽ ശരിക്കും ഈ മരുന്നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അതിനെ ചെറുക്കേണ്ടത് അതിലേക്ക് മാത്രമാണ്. അപ്പൊ അതിന് പകരം നമ്മൾ യുദ്ധക്കപ്പൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങളുടെ മുന്നിൽ പോയി നിൽക്കും? അപ്പൊ അതായത് വെനിസുലയെ അഥവാ ടച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അമേരിക്ക എപ്പോഴും ഒറ്റയ്ക്ക് പോയി ടച്ച് ചെയ്യാറില്ല. ഇറാഖിൽ വന്നപ്പോഴും അമേരിക്ക ഒറ്റയ്ക്ക് വന്നില്ല. നാറ്റോയും യൂറോപ്യൻസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി അമേരിക്ക വരുള്ളൂ. ഇത് തന്നെയാണ് ഇറാഖിൽ കാണിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പം വെനിസുലയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ യൂറോപ്യൻസിന്റെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല ഉടായ്പ നമ്പറുകളൊക്കെ ഇറക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മരുന്ന് മാഫിയ അവിടെ മാത്രമല്ല, മരുന്ന് മാഫിയ ലോകത്തെമ്പാടും ഉണ്ട്, ഇന്ത്യയിലില്ലേ. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ പേരാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വെനിസുലയുടെ മേളിൽ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പോളണ്ട് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഈ പോളണ്ടിനെ ശരിക്കും ആക്രമിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ തീർത്തും അത് ഡിനൈ ചെയ്തിരിക്കുക. ഞങ്ങൾ പോളണ്ടിലേക്ക് ഒരു രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് റഷ്യ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ക്ലെയിം പലപ്പോഴും ഇങ്ങനെ ഡിനൈ ചെയ്യപ്പെടുകയാണ്. ഇപ്പം പോളണ്ടിന്റെ ഉള്ളിലേക്ക് ഡ്രോൺ പോയി വീണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ട് പറയുന്നു വീണു എന്ന്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. അതേസമയം പോളണ്ടിന് സംശയമുണ്ട് ഉക്രൈൻ ആണോ ചെയ്തത്. കാരണം സെലൻസ്കി തീവ്രമായ സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പുറത്തുവിടുന്നത്. അതായത് പോളണ്ട് നിങ്ങൾ കണ്ടോ, റഷ്യ നിങ്ങൾ ഇപ്പോൾ വന്ന് അടിക്കും,
നിങ്ങൾ ഇതുപോലെ അതായത് നിങ്ങൾ ഉക്രൈന്റെ വിഷയമായിട്ട് മാത്രം കരുതിക്കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. എൻറ്റയർ യൂറോപ്പ് മൊത്തത്തിൽ ഉക്രൈനിൽ വന്ന് യുദ്ധം ചെയ്യണം റഷ്യക്കെതിരെ എന്നാണ് ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് 700 ഡ്രോൺ വന്നാലും 800 ഡ്രോൺ വന്നാലും ഞങ്ങൾ 95% ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത്രമാത്രം പൈസ എവിടെ നിന്ന് കിട്ടുന്നു സെലൻസ്കിക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? എന്നാൽ ഉക്രൈന്റെ ഉള്ളിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ചിന്നിച്ചിതറി കിടപ്പുണ്ട്. ഇതൊക്കെ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് സെലൻസ്കി വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് സോഴ്സ് എന്തുമാത്രം ഭീകരമായിരിക്കും, ഇതിന്റെ ഫണ്ടിങ് സോഴ്സ് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ സെലൻസ്കി ഡ്രോണുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന കാര്യം. പോളണ്ട് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ റഷ്യയുടെ ഡ്രോണുകളോ എന്തെങ്കിലും ഒരു മിസൈൽ പാർട്ടോ എന്തെങ്കിലും സാധനം, ഈവൻ റഷ്യയുടെ ഫൈറ്റർ ജെറ്റ് വരെ ഞങ്ങളുടെ ബോർഡർ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങും എന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന പോളണ്ട് ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഞങ്ങൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, ഞങ്ങൾക്ക് കൂടുതൽ എയർ ഡിഫൻസ് സിസ്റ്റം വേണം എന്നുള്ള ഒരു റിക്വയർമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പോളണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സമാധാനപ്പെടും, എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നമുക്ക് റെഡിയാക്കാം, എല്ലാം ശരിയാക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പോളണ്ട് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ബെലാറസിനെയാണ്. ബെലാറസ് ത്രൂ ആണ് ഈ ഡ്രോൺ വന്നതായിട്ട് പോളണ്ട് ഇപ്പം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ബെലാറസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്കൊരു പേടിയില്ല, റഷ്യയുടെ ആണവായുധം വരെ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് 30,000 ട്രൂപ്പിനെ ബെലാറസ് പോളണ്ടിനെതിരെ നിർത്തിവെച്ചിട്ടുണ്ട്. ബോർഡർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 30,000 ബറ്റാലിയൻസിന് 30,000 ട്രൂപ്പിനെ ഇപ്പം ബോർഡറിൽ വിന്യസിച്ചിരിക്കുകയാണ് പോളണ്ട്. ഈ രീതിയിൽ യൂറോപ്യൻ മേഖല കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെയൊക്കെയാണ് ട്രംപിന്റെ പോളിസികൾ പരാജയപ്പെടുന്നത്. ഇതിലൊക്കെ ട്രംപിന് ഒന്നും പറയാനില്ല. ട്രംപിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു യുദ്ധത്തിനെ ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രംപ് പൈസ നിർത്തിക്കഴിഞ്ഞാൽ, ഒരു ഫണ്ടിന്റെ സോഴ്സ് നിർത്തിക്കഴിഞ്ഞാൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻസിനെയും ഉക്രൈനെയും അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ട്രംപ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ റിയാലിറ്റി യൂറോപ്പിന് തന്നെ നന്നായിട്ട് അറിയാം. ഫണ്ടിങ് അല്ല റഷ്യയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം യൂറോപ്യൻ യൂണിയന്. അതുകൊണ്ടാണ് അവർ ഇന്ത്യക്ക് മേളിൽ ഉപരോധം കൊണ്ടുവരാത്തതും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതും അമേരിക്ക പറയുന്നത് പോലെ ഇന്ത്യക്ക് മേളിൽ സാങ്ഷനോ താരിഫോ ഒന്നും തന്നെ കൊണ്ടുവരാത്തത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഈ യുദ്ധം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നവന് കൃത്യമായിട്ട് മനസ്സിലാവും. തലയ്ക്കകത്ത് ഇത്തിരി ആൾതാമസം വേണമെന്നേ ഉള്ളൂ. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. പുടിൻ ഇതുവരെ ആരുമായിട്ടും പോയി ഇതേപോലെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. സൗണ്ട് ആയിട്ടുള്ള ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു നേതാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുടിനുമായിട്ട് അലാസ്കയിൽ നടത്തിയ ചർച്ചയിൽ വെച്ച് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു ഉള്ള കോൺഫിഡൻസ് ട്രംപിന് ഇല്ലാത്തതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാതെ കിടന്ന് വെപ്രാളപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.